ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ കുറിച്ചാണ്. ഹാംസ്റ്റർ കോമ്പാക്റ്റുമായി ബന്ധപ്പെട്ട് പലരും ഡൗട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റിന് പൈസ മുടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്രിപ്റ്റോയ്ക്കകത്ത് എപ്പോഴും പറയുന്ന ആദ്യത്തെ ഒരു മെയിൻ പോയിൻ്റാണ്, നമ്മൾ ക്യാഷ് എവിടെ വെക്കുന്നോ അവിടെ റിസ്ക് ക്രിപ്റ്റോയ്ക്കകത്തുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. ഓക്കെ, റിവാർഡ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ക്രിപ്റ്റോയിൽ റിവാർഡ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളതിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. എന്നാൽ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ അകത്ത് നിങ്ങൾ ക്യാഷ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പൈ നെറ്റ്വർക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം, ചിലപ്പോൾ ബിരിയാണി കിട്ടും. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്യാഷ് ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അവർ പറയുന്ന ഫോർമാറ്റിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വേറൊരു ഇതിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് കോയിൻ ടെലിഗ്രാഫി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു മൾട്ടിനാഷണൽ കമ്പനിയും ഇത്ര ചുരുങ്ങിയ ടൈം കൊണ്ട് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിംഗ് രംഗത്ത് ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരു ലെവലിലോട്ടാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ ഓപ്പൺ ചെയ്തിരുന്നാലും അതിൻ്റെ അകത്ത് ട്രെൻഡ് എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഹാംസ്റ്റർ കോമ്പാക്റ്റുമായി ബന്ധപ്പെട്ട് പല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ക്യാഷ് കൊടുത്തുള്ള കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റിസ്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് ക്യാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടൈം മാത്രമാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. എന്നാൽ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇത് ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റാണ്, സെക്യൂരിറ്റി. നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ലിങ്ക് ക്രിപ്റ്റോ ഒക്കെ ചെയ്യുന്നവർ കൂടുതലും യൂസ് ചെയ്യരുത്. അതിൻ്റെ അകത്ത് ഒരു റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർഡ്വെയർ വാലറ്റ് ആവട്ടെ, ഓൺലൈൻ ക്രിപ്റ്റോ വാലറ്റ് ആവട്ടെ, പലതും ഹാക്കാകുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തു തന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്, അനാവശ്യമായിട്ടുള്ള എയർ ഡ്രോപ്പ്, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് ഒന്നും ചുമ്മാ എടുത്ത് ക്രിപ്റ്റോയ്ക്കകത്ത് യൂസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഫണ്ട് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് വേറൊരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നും മുമ്പുള്ളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ചിലപ്പം ബിരിയാണി കിട്ടാനും സാധ്യതയുണ്ട്. താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത അതേ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു $3000 വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതേ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. സൈഡ് വേസ് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഗോൾഡിൻ്റെ പ്രൈസ് എങ്ങാനും ക്രാഷിലോട്ട് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഉടനെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ്, ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ക്രിപ്റ്റോയ്ക്കകത്ത് നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം കാർഡിനോയ്ക്കകത്ത് പലരും ചെയ്യുന്ന ലോങ് ടൈം ഇൻവെസ്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, ആവറേജ് ബൈ എന്ന് പറയുന്നത് എപ്പോഴും 3 തവണ മാത്രം യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കാർഡിന് ഇപ്പോൾ ഞാൻ ഒരു $100 0.39 ബൈ ചെയ്തെന്ന് കരുതുക. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത് പോയിട്ട് വീണ്ടും 0.35 പോയിട്ട് ബൈ ചെയ്യരുത്. ഓക്കെ, അടുത്ത് 0.30 അല്ലെങ്കിൽ 0.25 വരുന്ന ടൈം മാത്രം കാർഡിനോ സെക്കൻഡ് ആവറേജ് ബൈക്ക് വേണ്ടി ശ്രമിക്കുക. ഇനി നല്ല പ്രോജക്റ്റ് മാത്രം പോയിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, നല്ല പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഡൗൺ ആയിരുന്നാലും അത് വീണ്ടും റിക്കവർ ചെയ്ത് നല്ല പ്രോഫിറ്റിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ക്രിപ്റ്റോയിൽ നല്ല പ്രോജക്റ്റ് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ആവറേജ് സെൽ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 തവണ അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 തവണ. 4, 5 എന്ന് പറയുന്ന മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കാർഡിൻ്റെ ഇപ്പോൾ 0.39 ഞാൻ ബൈ ചെയ്തു, അത് വീണ്ടും ഹൈയിലോട്ട് പോയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു $2 ഒക്കെ വരുന്ന ടൈം നിങ്ങൾക്ക് ഫസ്റ്റ് ആവറേജ് സെല്ലിലോട്ട് പോകാം. അതനുസരിച്ച് ഹൈ ആകുന്ന ടൈം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അടുത്ത് വീണ്ടും പ്രൈസിങ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ആവറേജ് സെല്ലിൻ്റെ പ്രൈസ്. ഇനി പലരും കേട്ട മറ്റൊരു ഡൗട്ടാണ്, ഷിബ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബൈ ചെയ്യാമോ എന്ന്. ഷിബ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടൈം നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അതുമാത്രമല്ല, 150% വരെ വീണ്ടും ഡൗണിലോട്ട് വേണമെങ്കിൽ
മാർക്കറ്റ് കണ്ടീഷൻ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് വരികയാണെങ്കിൽ ഷിബ ഔട്ട് ആൾട്ട് കോയിൻസ് വീണ്ടും 150% ഡൗണിലോട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഡൗണിലോട്ട് വീണ്ടും വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ 1724 USDT മാർക്കറ്റിലാണ് പറയുന്നത്. വീണ്ടും 800 അല്ലെങ്കിൽ 700 ലെവലിലോട്ട് വീണ്ടും വീഴാം. വെർജ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റർ ആവാവുന്നതാണ്. 0.0042 ആണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വെർജൊക്കെ എത്രയാണ് ബൈ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ സിലിക്ക, ബാറ്റ്, അയോട്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ ട്രോണൊക്കെ റിസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോണൊക്കെ റിസ്ക് ആണ്. കാരണം ട്രോണിൻ്റെയൊക്കെ പ്രൈസ് ഹൈ എന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അതുകൊണ്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക.